ഹലോ എവരിവൺ, ഞാനാണ് നിങ്ങളുടെ ഹോസ്റ്റ് വൈശാഖ് നായർ. നിങ്ങളുടെ എക്സാംസിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് പോകുന്നു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ലോയിൻ്റെയും ടാക്സിൻ്റെയൊക്കെ അമെൻമെൻറ്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ് കോസ്റ്റിങ്ങിൽ വന്ന ചേഞ്ചസും അക്കൗണ്ട്സിലൊക്കെ വന്നിരിക്കുന്ന പുതിയ ക്വസ്റ്റ്യൻസും. അപ്പം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റിങ്ങും പിന്നെ കോസ്റ്റ് ഷീറ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റ് വെച്ച് തുടങ്ങാം. കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് കോസ്റ്റിങ്ങിൽ. ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉള്ള കുറേ ചേഞ്ചസ് ഇതിൽ വന്നിട്ടുണ്ട്, അഡീഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസിലാണ്. ഡയറക്റ്റ് എക്സ്പെൻസിൽ 2-3 പോയിൻറ്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ് സച്ച് ആസ് പവർ, ഫ്യൂവൽ, സ്റ്റീം എക്സെട്ര. പിന്നെ വന്നിരിക്കുന്നത് ഫീസ് ഫോർ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് നോഹ. പിന്നെ അമോർട്ടൈസ്ഡ് കോസ്റ്റ് ഓഫ് മോൾസ്, പാറ്റേൺസ്, പേറ്റൻസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ടു യൂണിറ്റ്സ് പ്രൊഡ്യൂസ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ റോയൽറ്റി പെയ്ഡ്, ഈ റോയൽറ്റി പെയ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു ഓതറാണ്. ഓക്കെ, എൻ്റെ ഒരു ബുക്ക് ഞാൻ എഴുതി അത് ഒരു പബ്ലിഷറിന് കൊണ്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ പബ്ലിഷർ എനിക്ക് ഒരു എമൗണ്ട് ഫുള്ളായിട്ട് ഒരുമിച്ച് തന്നാൽ അത് ചിലപ്പോൾ അയാൾക്ക് നഷ്ടമാകും. അതായത് ഈ ബുക്ക് വിറ്റ് പോയില്ലെങ്കിൽ അയാൾക്കത് നഷ്ടമായിരിക്കും. അല്ല, ഈ ബുക്ക് കൂടുതൽ വിൽക്കുകയാണ്, ഇതിലും കൂടുതൽ പൈസ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ അത് എനിക്ക് നഷ്ടമാണ്. നമ്മൾ തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? പെർ ബുക്കിൽ ഇത്ര രൂപ റോയൽറ്റി ആയിട്ട് എനിക്ക് തരാം. ഓക്കെ, അപ്പോൾ പെർ ബുക്ക് വന്നല്ലോ. അതായത് ഓരോ ബുക്ക് ആൾ പബ്ലിഷ് ചെയ്യുമ്പോഴും ഓരോ ബുക്ക് വിൽക്കുമ്പോഴും എനിക്ക് അതിൻ്റെ മുകളിൽ റോയൽറ്റി കിട്ടും. അപ്പോൾ അത്രയും രൂപ അതിൻ്റെ കോസ്റ്റായിട്ട് വരും ആ പബ്ലിഷറിന്. അതുപോലെ നമുക്ക് ഡയറക്റ്റായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഇതിൽ പവർ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ആണ്. മെഷീനറി, വലിയ വലിയ മെഷീനറീസൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്നു. പിന്നെ അതിന് ഫ്യൂവൽ വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ കോസ്റ്റൊക്കെ. അടുത്ത് വന്നിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് അബ്നോർമൽ കോസ്റ്റ്. ഓക്കെ, ഈ അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. അതായത് അബ്നോർമൽ കോസ്റ്റ് എപ്പോഴും ഓണറിൻ്റെ ബേർഡൻ ആണ്. അതൊരിക്കലും കസ്റ്റമറിൻ്റെ മേളിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എ, ബി, ഓക്കെ, ഇവർ രണ്ടുപേരും ഗ്ലാസ് ബോട്ടിൽസ് വിൽക്കുന്ന ആൾക്കാരാണ്. ഇവർ 200 കുപ്പി മേടിച്ചിട്ട് വരും 10 രൂപയ്ക്ക്. അപ്പോൾ രണ്ടാളുടെയും കോസ്റ്റ് എത്രയായി? 2000 ആയി. ഓക്കെ, പക്ഷേ കടയിലോട്ട് എത്തുമ്പോൾ ഇവരുടെ കയ്യിൽ 10 കുപ്പി പൊട്ടിയിട്ടുണ്ടാവും. നോർമൽ ലോസ് എല്ലാവർക്കും വരും. അവിടെ വഴിയും ഇതൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഒരു 10 കുപ്പി എന്തായാലും പൊട്ടും. നോർമൽ ലോസ് ആയിട്ട് 190 രണ്ടുപേർക്കും. ഓക്കെ, അപ്പോൾ ഇവർക്ക് എത്രയാണ് പെർ യൂണിറ്റ് കോസ്റ്റ്? നമ്മൾ എന്ത് ചെയ്യും? ഇൻഫ്ലേറ്റ് ചെയ്യും. ഓക്കെ, ഈ നോർമൽ ലോസ് 10 കുപ്പി പൊട്ടിയതും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമറിൻ്റെ മുകളിൽ ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2000 ഡിവൈഡ് ബൈ 190 എത്ര വരും? 10.53. രണ്ടുപേർക്കും 10.53 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എയിൻ്റെ സെയിം വയ്ക്കുക. ബീന് നമ്മൾ പറയുകയാണ് 190ക്ക് പകരം 180 ബാക്കി വന്നുള്ളൂ. ഓക്കെ, ബി കെയർലെസ് ആയിരുന്നു, അതുകൊണ്ട് ബീന് 180 കിട്ടിയുള്ളൂ. അപ്പോൾ ബീൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? 2000 ഡിവൈഡ് ബൈ 180 എത്ര വരും? 11.11 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കോസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇയാളുടെ നിന്ന് വാങ്ങും? ഇല്ല, എല്ലാവരും എയിൻ്റെ അടുത്തോട്ട് പോകും. അപ്പോൾ ബി എന്ത് ചെയ്യേണ്ടി വരും? ബി 10.53 തന്നെ വിൽക്കണം. അതായത് നോർമൽ ലോസ് നമുക്ക് കസ്റ്റമറിൻ്റെ നിന്ന് വാങ്ങാം, പക്ഷേ അബ്നോർമൽ ലോസ് ആരെന്നെ ബെയർ ചെയ്യേണ്ടി വരും? ബി തന്നെ ബെയർ ചെയ്യേണ്ടി വരും. ഇനി ഇതിന് പകരം നമ്മൾ പറയാണ് 180ക്ക് 180ക്ക് പകരം ഇയാൾ 200 തന്നെ കൊണ്ടുവന്നു വിചാരിക്കാം. ഓക്കെ, 200 തന്നെ കൊണ്ടുവന്നു.
നോർമൽ ലോസും ഒന്നും ഉണ്ടായില്ല, ഇയാൾ ഭയങ്കര കെയർഫുൾ ആയിരുന്നു. അപ്പോൾ 200 തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഡിവൈഡ് ബൈ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 വരെ. 10 വരെ. അപ്പോൾ 0.53ക്ക് ഇയാൾക്ക് അബ്നോർമൽ ഗെയിൻ ഉണ്ടായി. അതെന്ത് ചെയ്യും? അതും ഓണർ തന്നെ വയ്ക്കും. എന്നിട്ട് 10.53 എല്ലാവർക്കും വെക്കും. ഓക്കെ, അതാണ് അബ്നോർമൽ ലോസ് ആണെങ്കിലും അബ്നോർമൽ ഗെയിൻ ആണെങ്കിലും നമ്മൾ കോസ്റ്റ് ഷീറ്റിലോട്ട് ചാർജ് ചെയ്യില്ല, നമ്മൾ ഓണർ തന്നെ അത് വെക്കും. നോർമൽ ലോസ് ആണെങ്കിൽ അത് കസ്റ്റമറിൻ്റെ തലയ്ക്ക് കൊണ്ടുവിടും. അങ്ങനെയാണ് അബ്നോർമൽ ലോസിൻ്റെ കഥ. ഓക്കെ, അടുത്തത് വരുന്നത് എന്താണ്? സബ്സിഡി, ഗ്രാൻഡ്, ഇൻസെൻറ്റീവ്സ്. സബ്സിഡി, ഗ്രാൻഡ്, ഇൻസെൻറ്റീവ്സ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ കോസ്റ്റിൽ നിന്ന് റിഡ്യൂസ് ചെയ്യാം. അതായത് മെഷീൻ മേടിക്കാനായിട്ട് ഗവൺമെൻറ് ഗ്രാൻഡോ ഇൻസെൻറ്റീവോ എന്തെങ്കിലും തന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ മെഷീൻ്റെ കോസ്റ്റിൽ നിന്ന് ആ ഇത് സബ്സിഡി മൈനസ് ചെയ്യാം, ബാക്കിയുള്ളത് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ പെനൽറ്റി, ഫൈൻ, ഡാമേജ്, ഇതൊക്കെ ഒരുവിധം അബ്നോർമൽ ലോസിൻ്റെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ നമുക്കത് കോസ്റ്റിലോട്ട് ചാർജ് ചെയ്താൽ നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടും. ഓക്കെ, അല്ലാതെ ഇതിന് എന്താ പറയുക, റൂളൊന്നുമില്ല ഇത് കൂട്ടരുത് ഇത് കുറയ്ക്കരുത്. പക്ഷേ നമ്മൾ നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് ഏറ്റവും മിനിമത്തിൽ വയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്, എന്നാലേ സാധനം വിറ്റ് പോകും. അപ്പോൾ അതാണ് ഇത്. പെനൽറ്റി, ഫൈനൊന്നും കൂട്ടാൻ പാടില്ല. പിന്നെ അടുത്തത് വന്നിരിക്കുന്നതാണ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ ഫിനാൻസ് കോസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, സെയിം ടൈപ്പ് ഓഫ് ഒരു സാധനമാണ്. അതായത് എല്ലാവരും ലോൺ എടുക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് കോസ്റ്റ് ചിലവർക്ക് മാത്രമേ വരുള്ളൂ, അത് നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കൂട്ടും. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് കൂട്ടണ്ട എന്നല്ല, ഇവർ പറയുന്നത് നിങ്ങൾ കൂട്ടിക്കോ, പക്ഷേ എന്താണ്, ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസ് ചാർജസ് ഷാൽ ബി presented in the cost statement as cost of sales. ഓക്കെ, നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് അതിനെ കൂട്ടുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ കൊണ്ടുവന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം അവരെന്താ ഒരു ക്വസ്റ്റ്യനിൽ ചേഞ്ച് കൊണ്ടുവന്നുണ്ട്. ഇതാണ് ഇല്ലസ്ട്രേഷൻ 1 ആണ് ഫസ്റ്റ്. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 1ൽ ഇവിടെ ഈ റേറ്റിന് വ്യത്യാസം വരുത്തി വരും. ഈ റേറ്റ് ഇവിടെ നേരത്തെ 8.75 ആയിരുന്നു. 8.75 ആയിരുന്നു. ഓക്കെ, ഇപ്പം ഇവർ 9.72 ആക്കി. അത് തെറ്റ് തിരുത്തിയേക്കുന്നതല്ല, അവർ വേറൊരു ലോജിക്ക് അപ്ലൈ ചെയ്തേക്കുന്നതാണ്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ഓക്കെ, ഇത്രയും ഭാഗം നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പം നമ്മൾ ഈ കോസ്റ്റിനെ ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണല്ലോ ചെയ്യേണ്ടത്. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് വെച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ ഈ ഭാഗം, അതായത് ഈ ഭാഗം നമുക്ക് എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് സോൾഡ് ആണ്. അപ്പം ഇവിടെ നമുക്ക് എന്താ 3600 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 9.72 കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഇത്രയും ഭാഗം ഇവിടെയും വരെ നമുക്ക് 4000 യൂണിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. 4000 യൂണിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴേക്ക് പോകുമ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 400 യൂണിറ്റ്സ് ക്ലോസിങ് സ്റ്റോക്കായിട്ട് നമ്മൾ കുറയ്ക്കും. ഓക്കെ, എന്നിട്ട് ബാക്കി യൂണിറ്റ്സ് അപ്പോൾ താഴേക്ക് എത്രയുണ്ട്, 3600. ഇത് വലിയ ചേഞ്ച് ഒന്നുമല്ല, പക്ഷേ ഈ 3600 നമ്മൾ എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ എമൗണ്ട് തെറ്റും, ഇവിടെ എമൗണ്ട് തെറ്റുമ്പോൾ ഇവിടെ എമൗണ്ട് തെറ്റും. അപ്പോൾ ഇങ്ങനെ മാർക്കൊക്കെ പോകും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് വന്നിരിക്കുന്നത് വലിയൊരു ക്വസ്റ്റ്യൻ അവർ ആഡ് ചെയ്തു.
ഇല്ലസ്ട്രേഷൻ 3. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഫോർ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈറ്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഇവർ ടെക്സ്റ്റ് ബുക്കിലോട്ട് ആഡ് ചെയ്തു. ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് കുറവാണ്. പക്ഷേ ഇതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് റോ മെറ്റീരിയൽ പർച്ചേസ്. റോ മെറ്റീരിയൽ പർച്ചേസ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലാണ്, റോ മെറ്റീരിയൽ കൺസ്യൂം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എഴുതുക. ഇതിൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഇത് റോ മെറ്റീരിയൽ കൺസ്യൂമിൽ വരും. അതിൻ്റെ ഒപ്പം ജി എസ് ടി നമ്മൾ കോസ്റ്റിൽ ആഡ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്കതൊരു കോസ്റ്റായിട്ടേ വരുന്നില്ല. കോസ്റ്റായിട്ട് വരുമായിരുന്നു, അതായത് ക്രെഡിറ്റ് കിട്ടാത്തതായിരുന്നെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. അടുത്തത് ഫ്രൈറ്റ് ഇൻവേർഡ്. ഫ്രൈറ്റ് ഇൻവേർഡ് റോ മെറ്റീരിയലിന് വേണ്ടി വരുന്നൊരു ചിലവാണ്. അപ്പോൾ നമ്മളത് റോ മെറ്റീരിയലിൻ്റെ ഒപ്പം ആഡ് ചെയ്യും. ഇനി ഇത് 3, അതായത് വേജസ് പേ ടു ഫാക്ടറി വർക്കേഴ്സ്, കോൺട്രിബ്യൂഷൻ പേ ടുവേർഡ്സ് എംപ്ലോയീസ്, പിന്നെ പ്രൊഡക്ഷൻ ബോണസ് ഫാക്ടറി വർക്കേഴ്സ്. ഇത് 3ഉം നമുക്ക് ഡയറക്റ്റ് വേജസ് ആണ്. ഓക്കെ, ഇത് 3ഉം നമുക്ക് ഡയറക്റ്റ് വേജസ് ആണ്. അടുത്തത് റോയൽറ്റി പെയ്ഡ്, amount paid for power and fuel, പിന്നെ amount paid for purchase of molds and patterns. അപ്പോൾ ഇത് 3ഉം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നതാണ്. ഇത് 3ഉം നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസിൽ വരും. ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ അവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മോൾസിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവർ പറഞ്ഞിരിക്കുന്നത് 2 years ആണ്, ലൈഫ് ഈക്വലൻ്റ് ടു 2 years. അപ്പോൾ ലൈഫ് 2 yearsന് ഈക്വലൻ്റ് ആണെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് മൊത്തമായിട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. നമ്മളതിനെ 2 ഇയറിലോട്ട് മാറ്റും, അതായത് ഡിവൈഡ് ബൈ 2, എന്നിട്ട് ഒരെണ്ണം ഇക്കൊല്ലോ ബാക്കി അടുത്ത കൊല്ലം. ഇതും ജോബ് ചാർജസ് പേ ടു ജോബ് വർക്കേഴ്സും നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്തത് സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കതൊരു ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ഫാക്ടറി ഓവർ ഹെഡ്. പിന്നെ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓവർ ഹെഡിനൊക്കെ വേറൊരു വർക്കിംഗ് നോട്ട് ഉണ്ടാക്കിയാൽ അത് നമുക്ക് കൂടുതൽ നല്ലതായിരിക്കും. നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, അപ്പോൾ ഡയറക്റ്റ് അതിലോട്ട് നമുക്ക് എഴുതി പോവാം. എന്നിട്ട് ലാസ്റ്റ് എമൗണ്ട് മാത്രം നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ ഉണ്ടെന്നാൽ മതി. അപ്പോൾ അത് കോസ്റ്റ് ഷീറ്റ് ചെറുതാവും. പിന്നെ അടുത്തത് പറയുന്നത് ഫാക്ടറി ഓവർ ഹെഡ്, അത് ഇതിലാ FH, ഓഫീസ് ബിൽഡിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫാക്ടറി ഓവർ ഹെഡ്, ഡെലിവറി വെഹിക്കിൾ, ഡെലിവറി എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഗുഡ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്, അപ്പോൾ SH. അടുത്ത സാലറി ഫോർ സൂപ്പർവൈസർ എവിടെ ഉണ്ടാവുക, ഫാക്ടറിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് വരുന്നത് എവിടെയായിരിക്കും, നമ്മൾ F പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് FH. റിപ്പയേഴ്സ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് FH. സെയിൽസ് ഓഫീസ് ബിൽഡിംഗ് അല്ല, സെയിൽസ് ഓഫീസ് ബിൽഡിംഗ്, അപ്പോൾ SH, സെയിൽസ് വന്നല്ലോ, അപ്പോൾ SH. വെഹിക്കിൾ യൂസ്ഡ് ബൈ ഡയറക്ടേഴ്സ് എവിടെയാണ്, അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്, ഓഫീസിലായിരിക്കും, അപ്പോൾ അവർ AH. ഇനി ഇൻഷുറൻസ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇൻഷുറൻസ് വരുമ്പോൾ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം FH, ഫാക്ടറി ബിൽഡിങ് FH, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് WIP. ഓക്കെ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് WIP, റോ മെറ്റീരിയലിനും WIPക്കും വേണ്ടിയിട്ടാണ് വന്നത്. നമുക്ക് റോ മെറ്റീരിയൽസ് ആൻഡ് WIP എന്ന് പറഞ്ഞേക്കുന്നുണ്ട്, നമുക്ക് ഫാക്ടറി ഓവർഹെഡിൽ കൊണ്ടുവരാം. ഓക്കെ ആണല്ലോ. പിന്നെ എക്സ്പെൻസസ് പെയ്ഡ് ഫോർ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് എവിടെയാണ് വരുന്നത്, നമ്മുടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് വർക്ക്സ് കോസ്റ്റ് കിട്ടും. വർക്ക്സ് കോസ്റ്റിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് ആഡ് ചെയ്ത് പോകുന്ന സാധനങ്ങളാണ് ഈ ക്വാളിറ്റി കൺട്രോൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതൊക്കെ. ഓക്കെ ആണല്ലോ. അടുത്ത് സാലറി ഫോർ ക്വാളിറ്റി കൺട്രോൾ സ്റ്റാഫ്, അതും ഇതിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യും. അടുത്ത് പൊല്യൂഷൻ കൺട്രോൾ. ഓക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് പെയ്ഡ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്, അതെവിടെയാണ് വരിക, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വാളിറ്റി കൺട്രോൾ കഴിഞ്ഞിട്ട്. അടുത്ത് എക്സ്പെൻസ് പെയ്ഡ് ഫോർ പൊല്യൂഷൻ കൺട്രോളാണ്, ക്വാളിറ്റി കൺട്രോൾ അല്ല. പൊല്യൂഷൻ കൺട്രോൾ എവിടെയായിരിക്കും, ഫാക്ടറിയിലാണ് വരുന്നത്, അപ്പോൾ നമുക്കത് FHൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യാം. ഓക്കെ,
അടുത്തത് എക്സ്പെൻസ് പെയ്ഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫാക്ടറി വർക്ക്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫാക്ടറി വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഫോർ പ്രൊഡക്ഷൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹെഡിങ് ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലാണല്ലോ വരുന്നത്. ഇവർ പറഞ്ഞിട്ടുണ്ട് ഫാക്ടറി വർക്കിന് വേണ്ടി വരുന്ന അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഫോർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളത് അതിലിടും. അത് കഴിഞ്ഞിട്ടാണ് സാലറി പെയ്ഡ് ഫോർ ഫങ്ഷണൽ മാനേജർ. ഓക്കെ, സാലറി പെയ്ഡ് ഫോർ ഫങ്ഷണൽ മാനേജേഴ്സ്. മാനേജേഴ്സ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷന് വേണ്ടി വരുന്നവരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷന് വരുന്നത് പ്രൊഡക്ഷൻ പേർപ്പസുമായിട്ട് റിലേറ്റഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ എന്താ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഫോർ പ്രൊഡക്ഷൻ പേർപ്പസ്, അഡ്മിൻ കോസ്റ്റ് ഫോർ പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി ഫിനാൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എവിടെയായിരിക്കും വരിക? AOH. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് SOH. ഓക്കെ, അടുത്തത് സാലറി പെയ്ഡ് ഫോർ ജനറൽ മാനേജർ. ജനറൽ മാനേജർ AOH എന്നാണ്. അടുത്തത് പാക്കിംഗ് കോസ്റ്റ്. പാക്കിംഗ് കോസ്റ്റിൽ നമുക്ക് 2 ടൈപ്പ് പാക്കിംഗ് കോസ്റ്റ് വരും. ഒന്ന് പ്രൈമറി ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് മുന്നേ പ്രൈമറി പാക്കേജിംഗ് നമുക്ക് എഴുതാം, അത് ഇവിടെ വന്നു. ഇനി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് അത് എവിടെ വരിക? സെയിൽസ് SOHൽ വരും. സെയിൽസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ OH എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ 2 ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ 1 ആയിട്ട് തന്നെ എഴുതാം. അടുത്തതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസ് ചാർജ്. ഇൻട്രസ്റ്റ് ഞാൻ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനും കൂട്ടാൻ പാടില്ല. നമ്മൾ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞിട്ട് SOH ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ് എഴുതുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വയ്ക്കാം. ഓക്കെ, ഫീസ് പെയ്ഡ് ഫോർ ഓഡിറ്റർ AOH, ലീഗൽ അഡ്വൈസർ AOH, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ AOH. അടുത്തത് സെയിൽസ് സ്റ്റാഫിൻ്റെ പെർഫോമൻസ് ബോണസ്, അതെവിടെ പോകും? സെയിൽസ്. അടുത്ത എന്താ തന്നിരിക്കുന്നത്? വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓപ്പണിംഗ് നിന്നിട്ടുണ്ട്, ക്ലോസിംഗ് നിന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിലായിട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു സ്ക്രാപ്പ് റിയലൈസ്ഡ് ഉണ്ട്. സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം എന്തിൻ്റെ സ്ക്രാപ്പാണ്, റോ മെറ്റീരിയലിൻ്റെ സ്ക്രാപ്പാണോ ഗുഡ്സിന് വന്ന സ്ക്രാപ്പാണോ. അപ്പോൾ ഇത് എന്താ ജനറേറ്റഡ് ഡ്യൂറിങ് മാനുഫാക്ചറിങ്. ഓക്കെ, അപ്പോൾ ഗുഡ്സിൻ്റെ സ്ക്രാപ്പാണ്, അത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് മൈനസ് ചെയ്യും. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുന്നേ നെഗറ്റീവ് ഫിഗറിൽ എഴുതും. ഓക്കെ, ഫാക്ടറി കോസ്റ്റിൻ്റെ ഇതിൽ നിന്ന് മൈനസ് ചെയ്യും നമ്മൾ. അത് മെറ്റീരിയലിൻ്റെ ആയിരുന്നെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതിൽ അവിടെ മൈനസ് ചെയ്താണ്. ഇത് ഫാക്ടറി കോസ്റ്റിൻ്റെ താഴെ മൈനസ് ചെയ്യും. ബാക്കി നമ്മൾ ഇവർ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക, കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കുക, അതൊക്കെ നമ്മൾ ആ കോസ്റ്റ് ഷീറ്റ് വരച്ചാൽ നമുക്ക് അതൊക്കെ കിട്ടും. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഷീറ്റിൽ വരുന്ന ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനാണ്, പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടി ഒന്നുമില്ല, പക്ഷേ ഇവർ തന്നേക്കുന്നതിൽ നമ്മൾ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യണം. ഓക്കെ, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗ് ഇവർ തന്നിട്ടുണ്ട്, ക്ലോസിങ് തന്നിട്ടില്ല. ഓക്കെ, പ്രൊഡ്യൂസ്ഡ് തന്നിട്ടുണ്ട്, സോൾഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ക്ലോസിങ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ? സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് പ്ലസ് പ്രൊഡ്യൂസ് മൈനസ് ക്ലോസിങ്. അപ്പോൾ ക്ലോസിങ് എത്രയായിരിക്കും? ഓപ്പണിംഗ് പ്ലസ് P മൈനസ് സെയിൽസ് വരും. ഓക്കെ, അപ്പോൾ എത്ര വരിക? നമ്മുടെ 10,000 പ്ലസ് 194 മൈനസ് 160. അപ്പോൾ 44,000 നമുക്ക് എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒന്ന് 44,000. ഇതിപ്പോൾ നമുക്ക് യൂണിറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ട് അതേ ഡിവൈഡ് ബൈ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്, അതായത് 194 ഇൻറ്റു നമ്മൾ ഇതെടുക്കുക, ഇൻറ്റു നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്സ് മൾട്ടിപ്ലൈ. ഇനി ഇതിൽ കോസ്റ്റ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് നമുക്കൊന്നും തന്നിട്ടില്ല. ഫാക്ടറി ഓവർഹെഡ് ആയിട്ടൊന്നും തരാത്തതുകൊണ്ട് ഇവിടെ ഇവർ ഈ ഒരു ഭാഗം മെഷീൻ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു മെഷീൻ അവർ റേറ്റ് അടിച്ചാൽ നമുക്ക് ഫാക്ടറി ഓവർഹെഡും കിട്ടും. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല. GST, പിന്നെ അത് എക്സ്പെൻസ് പെയ്ഡ് യൂട്ടിലിറ്റീസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ചാപ്റ്റർ കിട്ടും.
നമുക്ക് മെറ്റീരിയൽ കോസ്റ്റിംഗ് കാണാം. മെറ്റീരിയൽ കോസ്റ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് EOQ, ROQ, ROL ഇതിലൊക്കെയാണ് അവർ കൂടുതൽ ചോദ്യം ചോദിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻവെന്ററി അക്കൗണ്ടിങ്, അതായത് ഫീഫോ, വെയ്റ്റഡ് ആവറേജ്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ചോദ്യങ്ങൾ വരും. IC എന്തെന്ന് വെച്ചാൽ ഇപ്രാവശ്യം രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഇല്ലസ്ട്രേഷൻ 14 ആണ്. അതിൽ പർച്ചേസ് ഓർഡർ തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസംബറിലെ ഇൻഫർമേഷനാണ്. പർച്ചേസ് ഓർഡർ അവർ തന്നിട്ടുണ്ട്. എന്താണ്, അവർ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ജാനുവരിയിലത്തെ ഇൻഫർമേഷൻസാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 15/12 ഓർഡർ പർച്ചേസ് ചെയ്തു. എന്നിട്ട് അടുത്ത ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ 008 ഗുഡ്സ് റിസീവ് നോട്ട്. അപ്പോൾ നമുക്ക് ആ ഗുഡ്സ് എപ്പോഴാണ് കിട്ടിയത്? 5th ജാനുവരിക്ക് അത് കിട്ടി. ഓക്കെ, അതിൽ നിന്ന് അപ്പം തന്നെ കുറച്ച് ഗുഡ്സ് റിട്ടേണും പോയി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തായി, 15 ജാനുവരിക്ക് നമ്മൾ ഗുഡ്സ് ഓർഡർ ചെയ്തു. ഓക്കെ, അത് നമുക്ക് എന്ന് കിട്ടി? 15 ഡിസംബറിന് നമുക്ക് ഗുഡ്സ് ഓർഡർ ചെയ്തു, 5th ജാനുവരിക്ക് അത് കിട്ടി. അപ്പോൾ എത്ര ദിവസം? ഡിസംബറിൽ 31 ഡേയ്സ്. 31 ഡേയ്സിന് നമുക്ക് 14 ഡേയ്സ് കളയാം. അതായത് ഓർഡർ ചെയ്ത ദിവസം നമ്മൾ കൂട്ടും, ഓർഡർ കിട്ടിയ ദിവസം നമ്മൾ കൂട്ടുന്നില്ല. അതായത് 5-ാം തീയതി നമ്മൾ കൂട്ടില്ല, 15-ാം തീയതി മുതൽ നമ്മൾ കൂട്ടും. അപ്പോൾ 31 14 മൈനസ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് 17 ഡേയ്സ്. ഡിസംബറിൻ്റെ ഇവിടെ 4 ഡേയ്സ് എത്രയായി? 21 ഡേയ്സ്. ഓക്കെ, ഇനി അടുത്ത് എന്താ, അവർ ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, വേറെ കളർ. മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്, അതായത് മെറ്റീരിയൽ നമ്മൾ ഫാക്ടറിക്ക് കൊടുത്തു, അവർ കൺസ്യൂം ചെയ്തു മെറ്റീരിയൽ. പിന്നെ അടുത്ത പർച്ചേസ് ഓർഡർ വന്നു. ഓക്കെ, അടുത്ത പർച്ചേസ് ഓർഡർ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം അറിയാം. ഇത് 10,000, ഇത് 10,000, ഇത് 10,000. അപ്പം നമ്മുടെ ROQ എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, ROQ എന്ന് പറയുന്നത് 10,000 ആണ്. അടുത്ത മെറ്റീരിയൽ റിക്വസിഷനും വന്നു. അടുത്ത മെറ്റീരിയൽ റിക്വസിഷൻ. അത് കഴിഞ്ഞ് ഗുഡ്സ് റിസീവ് ചെയ്തു. ഏതാ? 009. ഏത് ഗുഡ്സ് നമുക്ക് റിസീവ് ചെയ്തത്? നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തു. ഏതാ? 30th ഓർഡർ ചെയ്ത ഗുഡ്സ് നമുക്ക് ഇവിടെ വന്നു. ഓക്കെ, 30th ഡിസംബറിന് ഓർഡർ ചെയ്ത ഗുഡ്സ് നമുക്ക് വന്നു. അതിൻ്റെ ഗുഡ്സ് റിസീവ് ചെയ്ത് എത്ര ഡേയ്സ് ആയിരിക്കും? നമുക്ക് 30 to 12. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവർ 13 വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ആൻസർ വന്നപ്പോൾ 13 വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇതിന് 12-ന് പകരം 13 ആക്കാം. ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് 13 ആക്കാം. ഓക്കെ, ഞാനിവിടെ 13 ആക്കാം. അപ്പോൾ 30th, അപ്പോൾ ഇവിടെ 2 ദിവസം പ്ലസ് ജാനുവരിയിൽ 12 ദിവസം, അങ്ങനെ 14 ദിവസം. ഓക്കെ, ഇനി അടുത്ത എന്താ? മെറ്റീരിയൽ റിക്വസിഷൻ. അല്ല, ഇത് മെറ്റീരിയൽ റിട്ടേൺ ചെയ്തു അവർ. അന്ന് തന്നെ മെറ്റീരിയലും റിട്ടേൺ ചെയ്തു. അടുത്ത മെറ്റീരിയൽ റിക്വസിഷൻ വരുന്നത് ഇതാ, നമ്മൾ ഗുഡ്സ് കൺസ്യൂം ചെയ്തു, വീണ്ടും കൺസ്യൂം ചെയ്തു. അടുത്തത് നമ്മൾ വീണ്ടും ഒരു പർച്ചേസ് ഓർഡർ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് 7-ന് നമ്മളൊരു പർച്ചേസ് ഓർഡർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗുഡ്സ് ഇതാ 25-ന് കിട്ടി. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 18 ദിവസം കിട്ടും. അത് 18 ദിവസം കിട്ടും.
അത് കഴിഞ്ഞ് വീണ്ടും മെറ്റീരിയൽ റിക്വസിഷൻ. ഓക്കെ, ഇത്ര നമുക്കിത് ഇവർ തന്നിട്ടുണ്ട്. ഇനി ഈ മെറ്റീരിയൽ റിട്ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മുകളിൽ വെയ്റ്റഡ് ആവറേജ് യൂസ് ചെയ്യില്ല. നമ്മൾ ഏത് റേറ്റിനാണോ നമ്മൾ കളക്ട് ചെയ്തത് അതേ റേറ്റിന് തന്നെ തിരിച്ചു കൊടുക്കും. ഓക്കെ, നമ്മുടെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്താണ്? നമ്മുടെ കമ്പനിയിൽ നമ്മൾ വെക്കുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടിയത് അത്രയും തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കും. ഇവിടെ ഒരു റിട്ടേൺ ഉണ്ട്, ഇവിടെ നമുക്കൊരു റിട്ടേൺ ഉണ്ട്, 2 റിട്ടേൺ. ഓക്കെ, ഇത് രണ്ടും അതാത് റേറ്റിലാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ബാക്കി മെറ്റീരിയൽ റിക്വസിഷൻ്റെ മുകളിലാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് യൂസ് ചെയ്യുക. നമുക്ക് അടുത്ത അവർ ചോദിച്ചേക്കുന്നത് ഇതാ, പ്രീ ഓർഡർ ലെവല്, മാക്സിമം സ്റ്റോക്ക് ലെവല്, മിനിമം സ്റ്റോക്ക് ലെവല്, ഇതൊക്കെ നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അടുത്തത് നമുക്ക് സ്റ്റോഴ്സ് ലെഡ്ജർ ഉണ്ടാക്കണം. ഇവർ ക്വസ്റ്റിൻ്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, അത് ഞാൻ ക്വസ്റ്റിനകത്ത് എടുത്തില്ല. പിന്നെ വാല്യൂ ഓഫ് കമ്പോണൻസ്, അതായത് കൺസംഷൻ എത്രയാണെന്ന്, പിന്നെ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ, ഇത്രയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഇതേ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഗുഡ്സ് കിട്ടിയത്, അതായത് ലീഡ് ടൈം നമ്മൾ എടുത്തത് എത്രയാണ്? 21 days. പിന്നെ രണ്ടാമത്തെ ഗുഡ്സ് കിട്ടിയത് എപ്പോഴാണ്? 14 days. പിന്നെ ഉള്ളത് 18 ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടിലും ഇത് മാക്സിമം, ഇത് മിനിമം ലീഡ് ടൈം. ഓക്കെ, ഇനി നമുക്ക് കൺസംഷൻ വേണമല്ലോ, മാക്സിമം കൺസംഷൻ, മിനിമം കൺസംഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ മെറ്റീരിയൽ റിക്വസിഷൻ നോക്കാം. ഇത് 3000, ഇത് 4500, 2200, 1500, 4000, 3200. അപ്പോൾ 4500 ആണല്ലോ, 4500 മാക്സിമം, അതേപോലെ 1500 മിനിമം. ഓക്കെ, ഇതും കിട്ടി. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ബാക്കി ഇൻഫർമേഷൻ യൂസ് ചെയ്താൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ROL-ഉം മിനിമം സ്റ്റോക്ക് ലെവലും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ROQ നേരത്തെ ഞാൻ പറഞ്ഞു, ROQ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു. എത്രയാണ്? 10,000. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇവിടെയൊക്കെ 10,000 വെച്ചിട്ടാണ് പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ ക്വാണ്ടിറ്റി, പ്രീ ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് അത്രയും കിട്ടി. ഇനി ആൻസറിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. 4,500, 1,500, 21 days, 14 days, ഇതൊക്കെ. ഇത് അവർ ജസ്റ്റ് കാൽക്കുലേഷൻ കാണിക്കാൻ വേണ്ടിയാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. അടുത്തത് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവർ ചെയ്തു. എന്താ, നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതി, ഗുഡ്സ് റിസീവ് ചെയ്ത് എഴുതി, അതേപോലെ തന്നെ റിട്ടേൺ മൈനസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് 10,000 ഗുഡ്സ് വന്നു, അതിൽ നിന്ന് 500 പോയി, അപ്പോൾ 9,500. ആ 9,500 ഇൻറ്റു നമ്മുടെ റേറ്റ്, ഈ റേറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതിനോട് ആഡ് ചെയ്യാം, എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ, അടുത്തത് മെറ്റീരിയൽ റിക്വസിഷൻ വന്നു. ഇവിടെ അടുത്ത ഗുഡ്സ് റിസീവ് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇവിടെ സെയിം രീതിയിൽ അപ്പം തന്നെയാണ് അവർ റിട്ടേൺ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് റേറ്റിൽ പ്രശ്നം വരില്ല. പക്ഷേ ഇത് അടുത്ത ദിവസമായിരുന്നു ചെയ്തെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ 12 എഴുതിയിട്ട് അവർ 13 ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഡേറ്റ് അവർക്ക് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് 13 ആണ്. ഇനി ഇത് 12 വന്നു, ഇത് 13 വന്നതെന്ന് വിചാരിക്കുക. അതായത് അടുത്ത ദിവസമാണ് നമ്മൾ റിട്ടേൺ ചെയ്തത്. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുക, നമ്മൾ ഏത് റേറ്റിനാണോ വന്നത് അതേ റേറ്റ് തന്നെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത കൺസംഷൻ ഇതൊക്കെ വന്നു. ഇന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇത് വാല്യൂ ഓഫ് കമ്പോണൻസ്. ഓക്കെ, നമ്മുടെ എത്രയാണ് ടോട്ടൽ കൺസംഷൻ. നമ്മുടെ ടോട്ടൽ കൺസംഷൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയ ഫുള്ള് നമ്മൾ ടോട്ടൽ എടുക്കും. അതായത് ഇതിൻ്റെ ഈ അമൗണ്ട് കോളും നമ്മൾ ടോട്ടൽ എടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യരുത്. ഇവിടെ നമുക്ക് ഇടയ്ക്ക് ഈ
റിട്ടേൺസ് ഉണ്ടല്ലോ, പർച്ചേസ് റിട്ടേൺസ്, അത് നമുക്ക് എടുക്കാൻ പാടില്ല. ബാക്കിയുള്ള കൺസെപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇത് രണ്ടും ഇത് രണ്ടും ഇത് രണ്ടും. ഓക്കെ, അപ്പം നമ്മൾ ആറ് എമൗണ്ട്, 1 2 3 4 5 6 എമൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ലെവൽ. ഓക്കെ, ആവറേജ് സ്റ്റോക്ക് ലെവൽ നമുക്ക് എങ്ങനെ കിട്ടുക? ഇതാ, ഇവിടെ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഇവിടെ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അത് ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടും. വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ് നമ്മൾ ഇത് വെച്ചിട്ട് ഇവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മുടെ ഈ ഉത്തരം കഴിഞ്ഞു. ഇനിയുള്ളത് 6ാമത്തെ ചോദ്യമാണ്. ഇവിടെ ജസ്റ്റ് ഡേഞ്ചർ ലെവൽ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ EOQ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ഇയർലി ആണോ മന്ത്ലി ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗുഡ്സ് പർച്ചേസ്ഡ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഗുഡ്സ് കൺസ്യൂംഡ് അല്ല, ഗുഡ്സ് പർച്ചേസ്ഡ് ആണ് ഇവിടുത്തെ നമ്മുടെ ആനുവൽ ഡിമാൻഡായിട്ട് വരേണ്ടത്. അപ്പോൾ അവർ ഗുഡ്സ് സോൾഡ് പറയും, ഓപ്പണിംഗ് സ്റ്റോക്ക് തരും, ക്ലോസിംഗ് സ്റ്റോക്ക് തരും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗുഡ്സ് എത്രയാണ് പർച്ചേസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം, ഇവിടുത്തെ ആനുവൽ ഡിമാൻഡ്. ഓക്കെ, ബാക്കി പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. മെറ്റീരിയൽ കോസ്റ്റിംഗ് കിട്ടും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലിടുക. പിന്നെ ഇതുപോലത്തെ ടോപ്പിക്സും ഡൗട്ട്സും ഒക്കെ കമൻസിലിട്ടാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽതി ആൻഡ് ഫ്ലൈ ഹൈ.